Hi all, welcome to ONCE. KTU syllabusile Design of Concrete Structures സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ആൻഡ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് അല്ലേ? ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു കോൺക്രീറ്റ് പെർട്ടിക്കുലർ സെക്ഷൻ എടുക്കുകയാണ്. ഇപ്പം നമ്മളൊരു ബീം സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഒരു കോൺക്രീറ്റിൻ്റെ സ്ട്രെസ് ഡയഗ്രാം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയാണ് സ്ട്രെസ് ഡയഗ്രാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രെയിൻ ആൻഡ് സ്ട്രെസ് ഡയഗ്രാംസ് നമ്മൾ സെപ്പറേറ്റ്ലി വരയ്ക്കുമ്പോൾ നമുക്ക് സ്ട്രെയിൻ ഡിസ്ട്രിബ്യൂഷൻസും സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനും കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ സ്ട്രെയിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയാണ്. അതായത് ഈ ഒരു എഡ്ജസിലായിരിക്കും മാക്സിമം സ്ട്രെയിൻ വരുന്നത്. ദെൻ നടുക്കിലേക്ക് വരുമ്പോൾ അത് 0 ആകും. ദെൻ പിന്നെയും ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ അത് അടുത്ത എൻഡ് വരുമ്പോൾ അവിടെ മാക്സിമം ആവും. അപ്പം നമുക്കറിയാം നമ്മൾ എപ്പോഴും ഒരു ബീം ഡിസൈൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇഫ് ഇറ്റ് ഇസ് എ സിംഗ്ലി റീൻഫോഴ്സ്ഡ് ബീം ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സിംഗ്ലി റീൻഫോഴ്സ് സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റീൽ എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ ടെൻഷൻ സോണിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ടെൻഷൻ സോണിലായിരിക്കും സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രെയിൻ വരയ്ക്കുമ്പോൾ ഈ അറ്റം മുതൽ ഈ കോൺക്രീറ്റിൻ്റെ ഈ ഒരു എക്സ്റ്റീരിയർ പോർഷൻ മുതൽ ഈ ഒരു സ്റ്റീലിൻ്റെ നടുക്ക് വരെയാണ് നമ്മൾ സ്ട്രെയിൻ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുള്ളൂ. അവിടെ വരെയാണ് സ്ട്രെയിൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ മാക്സിമം എവിടെയാണെന്ന് പറഞ്ഞാൽ എഡ്ജസിലായിരിക്കും. ദെൻ 0യിലേക്ക് വന്ന് സെൻട്രൽ പോർഷൻ ആകുമ്പോൾ 0യിലേക്ക് വന്ന് പിന്നെ താഴേക്ക് വരുമ്പോൾ പിന്നെയും മാക്സിമം പോർഷൻ ആവും. അപ്പോൾ നമ്മുടെ സ്ട്രെയിൻ വേരിയേഷൻ വിൽ ബി ലൈക്ക് ദിസ് ഫോർ കോൺക്രീറ്റിൻ്റെ സ്ട്രെയിൻ വേരിയേഷൻ. അപ്പോൾ ഈ നടുക്കുള്ള ഒരു പോർഷൻ മേ ബി നമുക്ക് കറക്റ്റ് പ്യുവർ മിഡിൽ എന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ ആ സ്ട്രക്ചറിൻ്റെ ഇൻറ്റീരിയറിൽ ഉള്ള ഒരു പോർഷനിൽ ഒരു 0 സ്ട്രെയിൻ പോർഷൻ വരും. അതായത് ആ ഒരു റീജിയനിൽ നൈദർ കംപ്രഷൻ നോർ ടെൻഷൻ. ഈ ഒരു റീജിയൻ്റെ മുകളിലേക്ക് ഈ ഒരു 0 വരുന്ന അല്ലെങ്കിൽ ഈ ഒരു സ്ട്രെയിൻ 0 വരുന്ന പോർഷൻ്റെ മുകളിലേക്കുള്ള എല്ലാ പോർഷനും കംപ്രഷനിലായിരിക്കും. മുകളിലേക്കുള്ള എല്ലാം ഈ ഒരു പോർഷൻ മൊത്തം കംപ്രഷനിലായിരിക്കും. ഇതിൻ്റെ അടിയിലേക്ക് വരുന്ന ഈ ഒരു പോർഷൻ മൊത്തം ടെൻഷനിലും ആയിരിക്കും. ഇത് മൊത്തം കംപ്രഷനിലും ഇത് മൊത്തം ടെൻഷനിലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ കംപ്രഷൻ ഫോഴ്സ് മൊത്തം ആക്ട് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. കംപ്രസീവ് സ്ട്രെങ്ത് മൊത്തം അവർ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. പക്ഷെ ഇതിൻ്റെ താഴെ ആയിരിക്കും ടെൻഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത്, ടെൻഷൻ ടേക്ക് ചെയ്യുന്ന മാക്സിമം ടെൻഷൻ ലോഡ് വരുന്നത്. അപ്പോൾ ആ ഒരു 0 റേഞ്ച് വെദർ ദർ ഇസ് നോ സ്ട്രെയിൻ ഓർ സ്ട്രെസ് ഇസ് ആക്ടിങ്, 0 സ്ട്രെസ് ഓർ സ്ട്രെയിൻ ഇസ് ആക്ടിങ്, ആ ഒരു റീജിയനാണ് നമ്മൾ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. ഒരു കാര്യം നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഇറ്റ് മേ ബി മിഡ് ആയിരിക്കണം. അത് മിഡ് ആകാം, മിഡ് അല്ലാതിരിക്കാം. പക്ഷെ ആ ഒരു ഇൻറ്റീരിയറിൽ എവിടെയുള്ളൊരു പോർഷൻ, ആ ഒരു സോണിൻ്റെ മുകളിലേക്ക് കംപ്രഷനും താഴേക്ക് ടെൻഷനും ആയിരിക്കും. ആ ഒരു സോണിൽ 0 സ്ട്രെയിൻ ആയിരിക്കും, അവിടെ ഒരു സ്ട്രെയിനും ഉണ്ടാവില്ല. ആ ഒരു ഇതിനെയാണ് നമ്മൾ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എന്ന് പറയുന്നത്. സോ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ഡിനോട്ടഡ് ആസ് XU എന്നാണ് നമ്മൾ ന്യൂട്രൽ ആക്സിസ് ഡെപ്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ദിസ് ഇസ് ആക്ച്വലി ദ ഡിസ്റ്റൻസ് ഫ്രം ദി എക്സ്റ്റീരിയർ കംപ്രഷൻ ഫേസ്. ഈ എക്സ്റ്റീരിയർ കംപ്രഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ എക്സ്റ്റീരിയർ കംപ്രഷൻ ഫേസിൽ നിന്ന് ദിസ് ഇസ് XU ഹിയർ. ഓക്കെ, ഫ്രം ദി എക്സ്റ്റീരിയർ കംപ്രഷൻ ഫേസ് ഓഫ് എ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബീം ലെയർ വേർ ദ സ്ട്രെയിൻ ഇസ് 0. എവിടെ വരെ? സ്ട്രെയിൻ 0 വരെ വരുന്ന, അല്ലെങ്കിൽ ബെൻഡിങ്ങിൻ്റെ അവിടെ സ്ട്രെയിൻ 0 വരുന്ന ആ ഒരു പോർഷൻ വരെ ഈ ഒരു ഡെപ്തിനെയാണ് നമ്മൾ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എന്ന് പറയുന്നത്. XU എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു ഡെപ്ത് ഓഫ് ദി ന്യൂട്രൽ ആക്സിസ് ഫ്രം ദി ടോപ്പ് ഫൈബറിൽ നിന്ന് ന്യൂട്രൽ ആക്സിസിൻ്റെ ഡെപ്ത് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ഇത് തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഇനി ഇതിൽ തന്നെ നമുക്ക് വേറൊരു കാര്യം ഡിഫൈൻ ചെയ്യാം. ഇപ്പം ഈ കംപ്രഷനും ടെൻഷനൊക്കെ ഈക്വൽ ആയിട്ട് ഇങ്ങനെ വരികയാണ്. ഇതിന് നമുക്ക് ബാലൻസ്ഡ് സെക്ഷൻ എന്ന് പറയാം. കാരണം ഈക്വലി ഇത് മിഡിൽ തന്നെ നിൽക്കുന്നു, അതായത് ഈക്വലി കംപ്രഷനും ടെൻഷനും ആയിട്ട് അങ്ങ് പോവുകയാണ്. ഇപ്പം നമ്മൾ ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ ഞാൻ കുറച്ച് സ്റ്റീൽ പ്രൊവൈഡ് ചെയ്തു ടെൻഷൻ സോണിൽ. നമ്മളെപ്പോഴും സ്റ്റീൽ ടെൻഷൻ സോണിലാണ്, കാരണം ടെൻഷൻ ഇവിടെയാണ് വരുന്നത്. ടെൻഷൻ ആക്ട് ചെയ്യാൻ കോൺക്രീറ്റിന് കഴിവില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നല്ല ടെൻസൈൽ പ്രോപ്പർട്ടി കൂടുതലുള്ള സ്റ്റീലിനെ നമ്മൾ കോൺക്രീറ്റിൻ്റെ ഉള്ളിലേക്ക്, അതായത് ഈ ടെൻഷൻ സോണിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യും. അതാണ് ഈ ടെൻഷൻ ബാർസ് അല്ലെങ്കിൽ സ്റ്റീൽ ബാർസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ കാരണം ടെൻഷൻ സോണിൽ. അപ്പോൾ നമ്മൾ ഈ കോൺക്രീറ്റും കംപ്രഷനും ഒരുമിച്ച് ഈ ഒരു ടെൻസൈൽ സ്റ്റീലും ഈ ഒരു കോൺക്രീറ്റും കൂടി ഒരുമിച്ച് ക്ലബ് ചെയ്തിട്ടാണ് അവരെന്ത് മൊത്തത്തിലുള്ള ലോഡിനെ ടേക്ക് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ
നമ്മളിവിടെ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്തു. ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന സ്റ്റീല്, ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റീല് ആവശ്യത്തിലും കുറവാണ്. ഓക്കെ, ഞാൻ പ്രൊവൈഡ് ചെയ്യേണ്ട സ്റ്റീല് കുറച്ച് കുറവാണെന്ന് വിചാരിച്ചോ, അതിന് നമ്മൾ അണ്ടർ റീൻഫോഴ്സ്ഡ് വരുന്ന കേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സ്റ്റീലിൻ്റെ amount is ലെസ് ദാൻ ദാറ്റ് ഓഫ് ഇറ്റ്സ് ആക്ച്വൽ തിങ്ങിനേക്കാൾ, ആക്ച്വൽ നീഡഡ് സ്റ്റീലിനേക്കാളും കുറവ് സ്റ്റീൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ആദ്യം ആര് ഫെയിൽ ചെയ്യും? ഓഫ് കോഴ്സ് ആദ്യം സ്റ്റീൽ ഫെയിൽ ചെയ്യും. കോൺക്രീറ്റും സ്റ്റീലും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റീൽ ഞാൻ കൊടുക്കുന്ന അളവിനേക്കാളും കുറച്ചാണ് കൊടുത്തത്. അതുകൊണ്ട് ഒരു ലോഡ് വന്നു കഴിയുമ്പോൾ, കുറേ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റീലിൻ്റെ റിക്വയർമെൻറ്റ് കൂടി. കാരണം സ്റ്റീലിന് ആവശ്യത്തിനുള്ളത് കൊടുത്തിട്ടില്ല. വാട്ട് ഹാപ്പൻ? ഓഫ് കോഴ്സ് സ്റ്റീൽ ഫെയിൽ ചെയ്യാൻ തുടങ്ങും. ആ സ്റ്റീൽ ഫെയിൽ ചെയ്തതിന് ശേഷം മാത്രമേ കോൺക്രീറ്റ് ഫെയിൽ ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് നോൺ ആസ് അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ. അപ്പോൾ അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ്റെ ഈ സ്ട്രെയിൻ ഡയഗ്രം എപ്പോഴും ഇങ്ങനെയാണ് വരിക. അതായത് ഇവിടെ ആയിരിക്കും ഫെയിലിയർ, അതായത് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് സംവെയർ ഹിയർ. കംപ്രഷൻ സോണിലായിരിക്കും ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് വരിക. ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് വരുന്നത് കംപ്രഷൻ സോണിലായിരിക്കും, നോട്ട് അറ്റ് ദി സെൻറ്റർ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കേസിൽ സ്റ്റീൽ ആദ്യം ഫെയിൽ ചെയ്യുമ്പോൾ സ്റ്റീലിൽ കുറച്ച് ക്രാക്സ് ഒക്കെ വരും. അപ്പോൾ ഈ ക്രാക്ക് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം, സ്റ്റീൽ ഫെയിൽ ആയി തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ സ്ട്രക്ചറിന് എന്തെങ്കിലും സേഫ്റ്റി മെഷേഴ്സ്, എന്തെങ്കിലും റീഡിസൈൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഈ ക്രാക്ക് പിന്നെ വിട്ട് ഇങ്ങനെ കൂടി നമുക്കൊരു വാർണിംഗ് തന്ന് ഈ ക്രാക്ക് കൂടി അവസാനമാണ് ഈ സ്ട്രക്ചർ കൊളാപ്സ് ആവുള്ളൂ. ഓക്കെ, ഒരു ഫെയിലിയറിനെ നമ്മൾ ഡക്റ്റൈൽ ഫെയിലിയർ എന്നാണ് പറയുന്നത്. ഈ ഒരു ഡക്റ്റൈൽ ഫെയിലിയർ ആയിരിക്കും എപ്പോഴും നമുക്ക് അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ തരുന്നത്. നമുക്ക് മോസ്റ്റ്ലി നമുക്കൊരു വാർണിംഗ് ഒക്കെ തന്നതിന് ശേഷം മാത്രമേ അത് ക്രാക്ക് ആവുള്ളൂ. പക്ഷേ ഇഫ് സ്റ്റീൽ എമൗണ്ട് ഇസ് ഹയർ ദാൻ റിക്വയർഡ് ആണെങ്കിലോ, എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്റ്റീൽ ഞാൻ അങ്ങ് പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും? പെർട്ടിക്കുലർ ലോഡ് രണ്ടുപേരും കൂടി, കംപ്രഷനും ടെൻഷനും, കോൺക്രീറ്റും സ്റ്റീലും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്തു, നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്റ്റീലിൻ്റെ എമൗണ്ട് കൂടി എന്ന് പറയുമ്പോൾ കോൺക്രീറ്റിന് അതിന് വർക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം വർക്ക് ചെയ്തു, അതിൻ്റെ മാക്സിമം എക്സീഡ് ചെയ്തു. പക്ഷെ സ്റ്റീൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക. സ്റ്റീൽ കാര്യമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സ്റ്റീലിൻ്റെ സ്ട്രെങ്ത് ഇനിയും ഉണ്ട്, സ്റ്റീലിന് ഇനിയും വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ആദ്യം ഫെയിൽ ആവും? കോൺക്രീറ്റ് ഫെയിൽ ആവും. അപ്പോൾ കോൺക്രീറ്റ് ഫെയിൽ ആവുമ്പോൾ ദ ഡയഗ്രം വിൽ ബി ലൈക്ക് ദിസ്. അതായത് ഇവിടെ ആയിരിക്കും ന്യൂട്രൽ ആക്സിസ് സംവെയർ ഹിയർ. ടെൻഷൻ സോണിൽ എവിടെയെങ്കിലും ആയിരിക്കും ന്യൂട്രൽ ആക്സസ് വരുന്നത്. അതായത് ഇവിടെ ആയിരിക്കും ഈ ന്യൂട്രൽ ആക്സസ് XU ഫോർ അണ്ടർ റീൻഫോഴ്സ്ഡ്. പക്ഷെ ഇവിടെ വരുമ്പോൾ ന്യൂട്രൽ ആക്സസ് ഡെപ്ത് വിൽ ബി സംവെയർ ഹിയർ ഇൻ ദ ടെൻഷൻ സോൺ. അപ്പോൾ ഇങ്ങനെയുള്ള, അതായത് സ്റ്റീലിൻ്റെ ഫെയിലിയർ, കോൺക്രീറ്റിൻ്റെ ഫെയിലിയർ ആദ്യം വരികയാണ്. സ്റ്റീലിൻ്റെ ഫെയിലിയറിനേക്കാൾ മുമ്പ് കോൺക്രീറ്റിൻ്റെ ഫെയിലിയർ ആദ്യം വരികയാണ്. ന്യൂട്രൽ ആക്സസ് ഡെപ്ത് ടെൻഷൻ സോണിലുള്ളതിനെയാണ് നമ്മൾ ഓവർ റീൻഫോഴ്സ്ഡ് ബീം എന്ന് പറയുന്നത്. ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ, കാരണം നമ്മൾ കൂടുതൽ റീൻഫോഴ്സ്മെന്റ് അവിടെ കൊടുത്തു. ദിസ് ഇസ് ഓവർ റീൻഫോഴ്സ് സെക്ഷൻ ആൻഡ് ദിസ് ഇസ് അണ്ടർ റീൻഫോഴ്സ് സെക്ഷൻ. ആൻഡ് ഈ ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺക്രീറ്റ് ആണ് ആദ്യം ക്രാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫെയിൽ ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? കോൺക്രീറ്റിൻ്റെ ഒരു സഡൻ ഫെയിലിയർ ആയിരിക്കും. നമുക്ക് ഒരു വാർണിംഗും ഇല്ലാത്ത ഒരു ബ്രിട്ടിൽ, ഇവിടെ ഡക്റ്റൈൽ ഫെയിലിയർ ആണെങ്കിൽ ഇവിടെ ഒരു ബ്രിട്ടിൽ ഫെയിലിയർ ആയിരിക്കും. പെട്ടെന്നുള്ളൊരു സഡൻ ഫെയിലിയർ ആയിരിക്കും. നമുക്ക് ഒരു വാർണിംഗ് ഉണ്ടാവില്ല, പെട്ടെന്ന് കൊളാപ്സ് ആവും സ്ട്രക്ചർ. സോ ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. അപ്പോൾ നമ്മൾ എപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോഴും ലിമിറ്റ് സ്റ്റേറ്റ് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്, ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ IS 456 നമ്മൾ എപ്പോഴും റെഫർ ചെയ്യുന്നത്, നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോഴും ഐദർ ബാലൻസ് സെക്ഷൻ ഓർ അണ്ടർ റീൻഫോഴ്സ് സെക്ഷൻ, ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പാടുള്ളൂ. ഓവർ റീൻഫോഴ്സിലേക്ക് നമ്മൾ പോകരുത്. ബിക്കോസ് ഓവർ റീൻഫോഴ്സ് ഇസ് നോട്ട് റെക്കമെൻഡഡ് ബൈ ലിമിറ്റ് സ്റ്റേറ്റ്. കാരണം അത് സേഫ്റ്റി മെഷേഴ്സിൽ, സേഫ്റ്റി കൺസേൺസിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു കാര്യമല്ല. കാരണം സഡൻ ബിഹേവിയർ വി ആർ നോട്ട് റെക്കമെൻഡിങ്. പെട്ടെന്നുള്ള ഒരു ഫെയിലിയർ ഓഫ് സ്ട്രക്ചേഴ്സ് വി ആർ നോട്ട് റെക്കമെൻഡിങ്. ദെൻ ഇനി നമുക്ക് ഡിറ്റർമിനേഷൻ ഓഫ് ന്യൂട്രൽ ആക്സസ്. എങ്ങനെയാണ് ന്യൂട്രൽ ആക്സസ് ഡെപ്ത്? നമ്മൾ ന്യൂട്രൽ ആക്സസ് ഡെപ്ത് എന്താന്ന് പറഞ്ഞു, ഓക്കെ. ഇനി എങ്ങനെയാണ് ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ന്യൂട്രൽ ആക്സസ് ഡെപ്ത് എങ്ങനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യും? ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ, അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ഏരിയ ഓഫ് സ്റ്റീൽസ് പ്രൊവൈഡ് ചെയ്തു. AST മീൻസ് ടോട്ടൽ ഏരിയ ഓഫ് സ്റ്റീൽസ്. ഇപ്പം എത്ര സ്റ്റീലാണോ അതിട്ടു.
ഡെപ്ത് ഡി ആണ്, ബ്രെഡ്ത്ത് ബി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെയിനും സ്ട്രെസ്സും നോക്കാം. ഞാൻ ഈ സ്ട്രെയിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് സ്ട്രെയിൻ ഡയഗ്രം കിട്ടിയത്. അപ്പോൾ ഈ സ്ട്രെയിൻ ഡയഗ്രത്തിന്റെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ 0.0035 ആയിരിക്കും മാക്സിമം ആ കോൺക്രീറ്റിന് എടുക്കുന്ന സ്ട്രെയിൻ. കോഡ് പറയുന്നത് ഈ ഫിഗറൊക്കെ അങ്ങനെ തന്നെ IS 456 കേട്ടോ. അപ്പം നിങ്ങൾക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 0.0035 ആണ് അതിന്റെ മാക്സിമം കോൺക്രീറ്റ് കംപ്രഷൻ സ്ട്രെയിൻ. ഓക്കെ, അതുപോലെ ഇവിടെയാണ് ടെൻഷന്റെ വരുന്നത്, അതായത് സ്റ്റീലിന്റെ സെന്ററിലേക്ക്, സ്റ്റീലിന്റെ സെന്റർ വരെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ 0.87 FY by ES plus 0.002. ഓക്കെ, അപ്പൊ ഇതായിരിക്കും മാക്സിമം സ്റ്റീൽ ആൻഡ് മാക്സിമം കംപ്രഷൻ ആൻഡ് മാക്സിമം ടെൻഷൻ വരുന്നത്. ദെൻ നമ്മൾ സ്ട്രെസ് ഡയഗ്രം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി ലൈക്ക് ദിസ്. ഇവിടെ മാക്സിമം 0.00446 FCK ഓർ നിങ്ങൾക്ക് എഴുതാം 0.0035. ഇതാണ് സ്ട്രെസ്. ഇനി ഇതിന്റെ കംപ്രഷൻ, അതായത് ഇവിടം വരെ കംപ്രഷൻ ആണ് ടോട്ടൽ, ഇവിടെ മുതൽ ഇവിടം വരെ ഇതിന് കംപ്രഷൻ സോണിലാണ്. പക്ഷെ ഇത്രയും കംപ്രഷൻ സോണിലാണെങ്കിലും ഈ ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഒക്കെ പറയുന്ന പോലെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് ഈ ഒരു പോർഷനിലായിരിക്കും ടോട്ടൽ അതിന്റെ കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുക. ഈ കംപ്രഷൻ മൊത്തം വന്ന് ഈ കംപ്രസീവ് ഫോഴ്സ് ടോട്ടലി ആക്ട് ചെയ്യുന്നത് ഈ ഒരു റീജിയനിലായിരിക്കും, അതായത് CU. ആ ഒരു റീജിയൻ എങ്ങനെ കണ്ടുപിടിക്കും? ആ ഒരു റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കംപ്രഷൻ സോണിന്റെ എഡ്ജിൽ നിന്ന് 0.42 XU ഡിസ്റ്റൻസിലായിരിക്കും ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. So total compressive force will be acting somewhere here and it will be at a distance of 0.42 XU from the exterior compression phase. അങ്ങനെയാണ് കോഡ് നമ്മളോട് പറയുന്നത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്, എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസ് കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ നമ്മൾ കോൺക്രീറ്റിന് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ നമുക്കറിയാം മാക്സിമം സ്ട്രെയിൻ എന്ന് പറയുന്നത് 0.03, നമ്മൾ യൂഷ്വലി എടുക്കുന്നത് 0.36 ആണ്. ഓക്കെ, 0.36 FCK. ഓക്കെ, 0.36 FCK ആണ് അതിൻ്റെ ടോട്ടൽ സ്ട്രെയിൻ വരുന്നത്. നമുക്കറിയാം വാട്ട് ഇസ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ ആണല്ലോ. ഓക്കെ, അപ്പം കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണ് ഫോഴ്സ്. അപ്പോൾ കംപ്രസീവ് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഈ കംപ്രസീവ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു ദിസ് ഇസ് സ്ട്രെസ് ഓഫ് കോൺക്രീറ്റിന്റെ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.36 FCK ആണ് കോൺക്രീറ്റിന്റെ മുകളിലേക്കുള്ള കംപ്രസീവ് സ്ട്രെസ്. ഈ കംപ്രസീവ് സ്ട്രെസ് ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇതിന്റെ ബ്രെഡ്ത്ത് ഇൻറ്റു ഈ ഡെപ്ത് എന്താണ്? കംപ്രഷനിലേക്കുള്ള ഡെപ്ത് ആണ് XU. കംപ്രഷനിലേക്കുള്ള ഡെപ്ത് നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും. ദിസ് ഇസ് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ഇറ്റ് സെൽഫ്, XU. സോ ഏരിയ എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് ഇൻറ്റു XU. ഇതാണ് കംപ്രഷൻ സോൺ. ഇവിടെ വരുന്ന സ്ട്രെയിൻ ആണ് 0.36 FCK. സോ 0.36 FCK ഇൻറ്റു B ഇൻറ്റു XU. അതാണ് ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ്, സ്ട്രെസ് ഇൻറ്റു ഏരിയ. ഇനി ടെൻഷൻ സ്റ്റീലിന്റെ കാര്യത്തിലാണെങ്കിലോ AST ആണ് ഏരിയ ഓഫ് സ്റ്റീൽ. നമുക്ക് വേറെ ഒന്നും കണ്ടുപിടിക്കേണ്ട. ആൻഡ് ഇവിടുത്തെ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 0.87 FY ആണ്. 0.87 FY ആയിരിക്കും എപ്പോഴും സ്റ്റീലിന്റെ ടെൻസൈൽ സ്ട്രെസ്. ടെൻസൈൽ സ്ട്രെസ് ഇൻറ്റു ഏരിയ ഓഫ് സ്റ്റീൽ. സോ ടെൻസൈൽ സ്ട്രെസ് ഓഫ് സ്റ്റീൽ ഇസ് 0.87 FY ഇൻറ്റു ഏരിയ ഓഫ് സ്റ്റീൽ ഇസ് AST. ഈ ഇക്വേഷൻസ് എല്ലാം കോഡിലുണ്ട്. കോൺസെപ്റ്റ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. സോ യു ഡോണ്ട് നീഡ് ടു ബൈ ഹാർട്ട് ദ ഇക്വേഷൻസ് ഒന്നും ബൈ ഹാർട്ട് ചെയ്യണ്ട. ബട്ട് യു ഹാവ് ടു ബി ഫെമിലിയർ വിത്ത് IS 456. എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എന്താണ് ഇതിന്റെ കോൺസെപ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എക്സാമിന് സഡൻ നമ്മൾ പെട്ടെന്ന് എടുത്ത് ഒരു പേജ് എടുത്ത് ആ ഒരു ഇക്വേഷൻസ് എവിടെയാണെന്ന് നോക്കിയാൽ നമുക്ക് കിട്ടില്ല. സോ യു ഷുഡ് ബി യൂസ്ഡ് വിത്ത് ദിസ് IS 456. ഓക്കെ, അപ്പം ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്ന 0.87 FY ഇൻറ്റു ഏരിയ ഓഫ് സ്റ്റീൽ ഇസ് AST. അപ്പം ഇതായിരിക്കും ടെൻഷൻ ഫോഴ്സിൻ്റെ സ്റ്റീലിൻ്റെ ടെൻഷൻ ഫോഴ്സ്. ഇത് കോൺക്രീറ്റിൻ്റെ കംപ്രഷൻ ഫോഴ്സ്. അപ്പം ഇത്രയായി. ഓക്കെ, ദെൻ വി നീഡ് ടു ഇക്വേറ്റ് ബോത്ത് ദിസ്. ബാലൻസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കംപ്രഷൻ ഷുഡ് ബി ഈക്വൽ ടു ടോട്ടൽ ടെൻഷൻ. ആ ഒരു ബാലൻസ്ഡ് കോൺസെപ്റ്റിലാണ് നമ്മൾ എപ്പോഴും ഡിസൈൻ ചെയ്യുന്നത്. ടോട്ടൽ ടെൻഷൻ ഷുഡ് ബി ഈക്വൽ ടു ടോട്ടൽ കംപ്രഷൻ. അങ്ങനെ ആയാലാണ് അതൊരു ബാലൻസ്ഡ് സെക്ഷൻ ആണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ 0.36 FCK BXU കംപ്രഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ ടെൻഷൻ 0.87 FY AST. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം?
XU കണ്ടുപിടിക്കാം, ന്യൂട്രൽ ആക്സിസ് ഡെപ്ത്. ദാറ്റ് ഈസ് XU is equal to what? 0.87 FY AST by 0.36 FCK B. ദിസ് ഇസ് ഓൾ. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ സെക്ഷൻ്റെ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദിസ് ഗീവ്സ് ആക്ച്വൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത്. ദിസ് XU എന്ന് പറയുന്നതാണ് നമ്മൾ ആക്ച്വൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ XU നമ്മൾ കണ്ടുപിടിച്ചു. ഈ XU ശരിയാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ആക്ച്വലി നമുക്ക് കോഡിൽ നിന്ന് തന്നെ IS 456 ടേബിൾ 2 നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ടേബിൾ 2, ഈ ടേബിൾ 2 നമുക്ക് IS 456 ഉണ്ട്, തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് പെർട്ടിക്കുലർലി നമ്മുടെ സ്റ്റീൽ FE 250 ആണോ നമ്മുടെ സ്റ്റീൽ, FE 415 ആണോ, FE 500 ആണോ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള XU മാക്സ് ബൈ D തന്നിട്ടുണ്ട്. 0.53, 0.48, 0.46. നമ്മുടെ കറസ്പോണ്ടിങ് ഗ്രേഡ് ഓഫ് സ്റ്റീലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള XU മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം ന്യൂട്രൽ ആക്സിസ് ഡെപ്ത്. ആ മാക്സിമം ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ മാക്സിമം ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ അവർ ആക്ച്വൽ ന്യൂട്രൽ ആക്സിസ് അല്ലേ. XU നമ്മൾ കണ്ടുപിടിച്ചത് മാക്സിമം ഇത്രയും വരാൻ പാടുള്ളൂ എന്നാണ് കോഡ് പറയണത്. ഈ കോഡ് പറയുന്നതിലും എക്സീഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പെർട്ടിക്കുലർ സെക്ഷൻ നമ്മൾ റീഡിസൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ XU മാക്സ് ഇപ്പോൾ 415 സ്റ്റീലാണ്, സപ്പോസ് 415 സ്റ്റീലാണ് എൻ്റെങ്കിൽ എന്ത് വരും? 0.48 ഇൻറ്റു D, 0.48 ഇൻറ്റു D ആയിരിക്കും XU മാക്സ്. ഓക്കെ, അപ്പോൾ 0.48 ഇൻറ്റു എഫക്റ്റീവ് ഡെപ്ത് ചെയ്ത് കഴിഞ്ഞാൽ XU മാക്സ് കിട്ടും. പെർട്ടിക്കുലർലി നമുക്ക് ഏതാണോ സ്റ്റീൽ അതിനനുസരിച്ച് നമ്മുടെ മാക്സിമം ന്യൂട്രൽ ആക്സിസ്. അപ്പോൾ ആക്ച്വൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എന്താ? 0.36 FCK BXU which is equal to 0.87 FY AST. Okay, it should be equate and XU is equal to 0.87 FY AST by 0.36 FCK B. അതാണ് നമ്മുടെ ആക്ച്വൽ ന്യൂട്രൽ ആക്സിസിന്റെ ഇക്വേഷൻ. ദെൻ മാക്സിമം ന്യൂട്രൽ ആക്സിസ് we can calculate using IS 456 table 2. അപ്പോൾ ഇതിൽ നിന്ന് XU should be less than or equal to XU max. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? അണ്ടർ റീൻഫോഴ്സ്ഡ് ആണെന്ന് പറയാം. ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ ബാലൻസ്ഡ് ആണെന്ന് പറയാം. ബട്ട് ഇഫ് XU is greater than XU max വരുമ്പോഴോ അവിടെയാണ് ഓവർ റീൻഫോഴ്സ്ഡ് ആയി പോകുന്നത്. ഓവർ റീൻഫോഴ്സ് സെക്ഷൻ ആയി പോകും. ആൻഡ് വി ആർ നോട്ട് റെക്കമെൻഡിങ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഇസ് നോട്ട് റെക്കമെൻഡിങ് എനി ഓവർ റീൻഫോഴ്സ് സെക്ഷൻ. അപ്പം നമ്മൾ സെക്ഷനെ റീഡിസൈൻ ചെയ്തിട്ട് നമ്മൾ അതിനെ അണ്ടർ റീൻഫോഴ്സ്ഡ് ആക്കണം. ദെൻ അടുത്തൊരു ഇതാണ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. വാട്ട് ഈസ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്? നമുക്ക് എന്തൊരു ഒരു സെക്ഷൻ, ഇപ്പോൾ ഒരു ബീം വേണ്ട, നമ്മുടെ ഒരു ബോഡി ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ പറയുന്ന പോലെ നമ്മുടെ ഒരു ബോഡിക്ക് ഒരു റെസ്റ്റിലിരിക്കുന്ന എൻ്റെ ഒരു ബോഡീനെ ഞാൻ ഒരു പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രണ്ടിലേക്ക് പോകും. പക്ഷെ ആ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ, അതായത് ആ ഒരു റെസ്റ്റ് പൊസിഷനിൽ ഇരിക്കാനുള്ളൊരു ടെൻഡൻസി ആയിരിക്കും എനിക്ക് കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്ന ന്യൂട്ടൺസ് ലോയിൽ പഠിച്ച പോലെ നമ്മൾ കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ സഡൻ ബ്രേക്ക് ഒക്കെ ഇടുമ്പോൾ ഫ്രണ്ടിലേക്ക് ആഞ്ഞിട്ട് ബാക്കിലേക്ക് പോകുന്നതൊക്കെ എന്തുകൊണ്ടാണ്? നമ്മുടെ ബോഡിയുടെ ഒരു ഇനേർഷ്യയാണ് കാണിക്കുന്നത് അല്ലേ. നമുക്ക് നമ്മളുടെ ഒരു ഒറിജിനൽ സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഒരു ബോഡിയോ അല്ലെങ്കിൽ ഏതൊരു സ്ട്രക്ചർ ആണെങ്കിലും അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ ഇരിക്കാനൊരു ടെൻഡൻസി അത് കാണിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇനേർഷ്യ എന്ന് പറയുന്നത്. അതുപോലെ നമ്മളൊരു ബീം എടുത്തു കഴിഞ്ഞാൽ ബീമിന് ലോഡ് ചെയ്യുമ്പോൾ ബീമിൽ ബെൻഡിങ് ഉണ്ടാവും. ഈ ബെൻഡിങ്ങിന് റെസിസ്റ്റ് ചെയ്യാൻ ഈ ബീം തന്നെയായിട്ട് ട്രൈ ചെയ്യും, റെസിസ്റ്റ് ചെയ്യും. ഒരുപാട് മൊമെന്റ്സ് മൊമെന്റ് ഉണ്ടാവുമ്പോൾ എന്താ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതാണ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ. ടോട്ടൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ മൊമെന്റ് ഉണ്ടാവുമ്പോൾ റൊട്ടേറ്റ് ചെയ്ത് ബെൻഡ് ചെയ്യും. അപ്പോൾ ഈ മൊമെന്റിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഈ ബീം തന്നെ ട്രൈ ചെയ്യും. അതിനെയാണ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. ഈ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആ ബീമിന്റെ നമുക്കറിയാം ആക്ച്വൽ ന്യൂട്രൽ ആക്സിസ് XU നമ്മൾ ഫിക്സ് ചെയ്തു. ലിവർ ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂട്രൽ ആക്സിസിന്റെ ഡെപ്ത് ആണ്. അതായത് ടോട്ടൽ കംപ്രഷൻ ഇപ്പം നമ്മൾ ഇവിടെ കണ്ടു 0.42 XU ആണ് ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ D എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് ഈ ഒരു കോൺക്രീറ്റിൻ്റെ ഈ ഒരു എഡ്ജിൽ നിന്ന്, കംപ്രഷൻ സോണിൻ്റെ എഡ്ജിൽ നിന്ന് ഈ ഒരു സ്റ്റീലിൻ്റെ പോർഷൻ വരെയുള്ള ഡെപ്തിനെയാണ്, ഈ സ്റ്റീലിൻ്റെ സെൻറ്റർ വരെയുള്ള പോർഷനെയാണ്, സ്റ്റീലിൻ്റെ സെൻറ്റർ വരെയുള്ള ഈ ഒരു ഡെപ്തിനെയാണ് നമ്മൾ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പോൾ
ഈ കംപ്രഷന്റെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ കംപ്രഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇവിടെയാണ് അല്ലേ? ഇവിടെയാണ് ടോട്ടൽ കംപ്രഷൻ ഫോഴ്സ്. ഈ ഫോഴ്സ് ഇൻറ്റു ഫോഴ്സ് മുതൽ ഈ ടെൻഷൻ സ്റ്റീൽ വരെയുള്ള ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൊമെന്റ് എന്ന് പറയുന്നത്. ടോട്ടൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ഫോഴ്സ് ടു ദ സെന്റർ ഓഫ് ദി സ്റ്റീൽ. അപ്പോൾ നമുക്കറിയാം ഇത് ടോട്ടലി ഡി ആണ്, ഇവിടം വരെ ഡി ആണ്. ആൻഡ് ദിസ് പോർഷൻ ഇസ് 0.42 XU. സോ ഡി മൈനസ് 0.42 XU, ഡി മൈനസ് 0.42 XU ചെയ്യുമ്പോൾ ഈ ഒരു പോർഷൻ ആയിരിക്കും നമ്മുടെ എന്ത്? ലിവർ ആം. ഈ ടോട്ടൽ ഫോഴ്സിൽ നിന്ന് ടെൻഷൻ വരെയുള്ള ഡിസ്റ്റൻസിനാണ് ലിവർ ആം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മൊമെന്റ് കിട്ടുന്നത്. ഫോഴ്സ് ഇൻറ്റു ദാറ്റ് ഇസ് D, Z is equal to D minus 0.42 XU. That is the lever arm of the compression zone. Okay, total effective depth minus compressive force വരെയുള്ള depth 0.42 XU into, so total moment is equal to compressive force into this lever arm. That is compressive force നമ്മൾ പഠിച്ചു 0.36 FCക്ക് BXU ആണ് compressive force into this lever arm depth D minus 0.42 XU. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ മൊമെന്റ് കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചാണെങ്കിലും അത് ഇക്വേറ്റ് ചെയ്യാം. അതായത് 0.87 FY ഇൻറ്റു D മൈനസ് 0.42 XU, അതും നമുക്ക് മൊമെന്റ് ആണെന്ന് പറയാം. അത് സ്റ്റീലിന്റെ ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. ഓക്കെ, ഐദർ യു ക്യാൻ ഡു ഈ ഇക്വേഷൻ ഇടാം, അല്ലെങ്കിൽ 0.87 FY വെച്ചിട്ടുള്ള ഇക്വേഷൻ മൊമെന്റ് കണ്ടുപിടിക്കാൻ. ഏതാണെങ്കിലും കറക്റ്റ് ആണ്. രണ്ടും നമുക്ക് IS 456 അവൈലബിൾ ആണ് ഇക്വേഷൻ. സോ ഇഫ് നമുക്ക് കിട്ടുന്ന മൊമെന്റ് ദിസ് ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു XU ഇസ് ഗ്രേറ്റർ ദാൻ XU മാക്സ് ആണ്. അപ്പൊ നമ്മൾ എന്താണ്? ന്യൂട്രൽ ആക്സിസിൽ നമ്മൾ ലിമിറ്റിംഗ് ഡെപ്ത് അപ്ലൈ ചെയ്യണം. ആ ലിമിറ്റിംഗ് ഡെപ്തിന്റെ ഇക്വേഷനും നമുക്ക് നമ്മുടെ IS 456 കോഡിലുണ്ട്. 0.36 FCക്ക് BXU മാക്സ് ഇൻറ്റു D മൈനസ് 0.42 XU മാക്സ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ XU എന്താവും? XU മാക്സ് എന്നിടണം നമ്മൾ. ഇതേ സെയിം ഇക്വേഷൻ 0.36 FCക്ക് BXU. ഈ XUവിന്റെ സ്ഥാനത്ത് XU എന്ന് പറയുന്നത് മാക്സിമം ന്യൂട്രൽ ആക്സിസ് ഡെപ്ത്, മാക്സിമം ന്യൂട്രൽ ആക്സിസ് XU മാക്സ്. കാരണം എന്താ? ഇവിടെ XU ഗ്രേറ്റർ ദാൻ XU മാക്സ് ആണ്. സോ വി കാണ്ട് യൂസ് XU, ഓൺലി വി ക്യാൻ യൂസ് XU മാക്സ്. ഇതിനെ മാത്രം വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യും. അപ്പം നമ്മൾ ഈ XUവിന്റെ സ്ഥാനത്ത് XU മാക്സ് അപ്ലൈ ചെയ്യും. ഓക്കെ, ഇഫ് ഇറ്റ് ഇസ് ഇൻ ദ കേസ് ഓഫ് ഓവർ റീൻഫോഴ്സ്ഡ് ആണെങ്കിൽ റീഡിസൈൻ ചെയ്യാനും പറ്റില്ല എന്നുണ്ടെങ്കിൽ. ഇതിൻ്റെ എല്ലാം ക്ലോസസും ഇതിൻ്റെ എല്ലാം പേജസും ആണ് നമ്മുടെ IS 456 സ്ട്രെസ് ബ്ലോക്ക് പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ, ഞാൻ വരച്ച ആ ഫിഗർ, അതെല്ലാം ക്ലോസ് 38.1 പേജ് 70 to 72 നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ സ്ട്രെയിൻ ഡിസ്ട്രിബ്യൂഷൻ ക്ലോസ് 38.1A 70 പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ നമ്മുടെ ഈ കോൺക്രീറ്റിന്റെ സ്ട്രെസ് ബ്ലോക്കും 0.36 FCക്ക് ഇക്വേഷൻസ് എല്ലാം 38.1B പേജ് 71 ദെൻ ലിമിറ്റിംഗ് XU വാല്യൂസിന്റെ വാല്യൂ, അതായത് XU മാക്സിന്റെ വാല്യൂ 0.48D എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ട ടേബിൾ ഉണ്ടല്ലോ, ടേബിൾ നമ്പർ 11 ഒക്കെ, അതൊക്കെ ടേബിൾ 2 and 11 പേജ് നമ്പർ 71. Then ultimate moment resistance equation like this 0.36 FCK BXU into D minus ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾക്ക് ക്ലോസ് 38.2 പേജ് നമ്പർ 72 കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ ബേസിക്കലി വരുന്ന മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെയും ന്യൂട്രൽ ആക്സിസ് ഡെപ്തിൻ്റെയും ടോട്ടൽ ഡെഫിനേഷൻ. ഇതിൻ്റെ പ്രോബ്ലംസും കൂടുതൽ വരുന്ന എക്സ്പ്ലനേഷൻസ് എല്ലാം നമുക്ക് പുതിയ സെഷൻസിലൂടെ കാണാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്.